അമ്മ കരയുന്നതാണ് അതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഞാൻ പ്രതീക്ഷയില്ല അമ്മ കരയുമെന്ന് പറഞ്ഞിട്ട്. ഇതൊന്ന് കരയുന്നത് ഇത് പാടുവാ. അമ്മ കരഞ്ഞു പോയത് എന്തുകൊണ്ടാ? പാട്ട് പാടുന്ന ആ ഒരു നല്ലോണം ഡെവലപ്പ് ആയതുകൊണ്ടായിരിക്കും. പാട്ട് കേട്ടപ്പോ സന്തോഷം വന്നതാണ്. അതെ. മലർക്കളെ മലർക്കളെ ഇത് എന്നെ കനവാ. അമലിന്റെ വീഡിയോയുടെ താഴെ വന്നിട്ട് റഹ്മാനും മകളും ഒക്കെ കമന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല. ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചില്ല കമന്റ് വരുമെന്ന്. പൂക്കളും പുഴകളും അറിയില്ലല്ലോ ഈ മിഴിയിലലിയും അനുരാഗ മധുരാലസ്യം. അപ്പൊ എനിക്ക് മടി വന്നാലും അമ്മയാണ് കൊണ്ടുപോവാ സംഗീത ക്ലാസ്സിന്. പോവാന്ന് പറഞ്ഞിട്ട് അമ്മയാണ് വാശി പിടിക്കുക. വീട്ടിൽ നിന്ന് എപ്പോഴും ചീത്ത പറയും പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ. കനവുകളും ഒരു പിടി കാവലായി വഴി തേടണം ഒരു മാറിവിൽ ചിറകേറണം ആശത തേരിത്. ഹായ് അമലെ. ഹായ്. അമലിന്റെ വീഡിയോയുടെ താഴെ വന്നിട്ട് റഹ്മാനും മകളും ഒക്കെ കമന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല. അല്ല. ആ സമയത്ത് എന്താണ് ശരിക്കും ആ കമന്റ് കാണുമ്പോൾ എന്താ തോന്നിയത്? ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചില്ല കമന്റ് വരുമെന്ന്. ശരിക്കും ഞാൻ ചുമ്മാ ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ ചില്ല് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ കമന്റ് വരുന്നത്. എന്നിട്ട് ഞാനൊരു 10 പ്രാവശ്യം പിന്നെ എടുത്തു നോക്കി അതന്നെയാണോ അക്കൗണ്ട് അതന്നെയാണോ. എന്നിട്ട് പിന്നെ എന്താ ചെയ്യുക, അപ്പം തന്നെ സ്റ്റോറി ഇട്ടു. അത് പിന്നെ കുറേ ആൾക്കാർ കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ് ഇപ്പോഴും. ഭയങ്കരമായിട്ട് അതിനുവേണ്ടി ഉണ്ട് കേട്ടോ. ഞാൻ പാട്ട് കേട്ടു നോക്കി. അപ്പോഴത്തേക്ക് നീ നന്നായി പാടുന്നുണ്ടെന്നുള്ളത് മനസ്സിലായി. നമുക്ക് പറയാതെ പാടി തുടങ്ങാം. ഓ സർ. മലർകളെ തന്നെ വരട്ടെ. ഓ. മാർബിൾ ഒളിந்து കൊണ്ട മാതൻ അൻപ് വരും കൂന്തലിൽ ഒളിந்து കൊള്ള வரவா என் கூந்தல் தேவன் தூங்கும் பள்ளியறையானறைய மலர் சூடும் வயது என்னை மறந்து போவதுதான் முறையாய் நினைக்காத நேரம் இல்லை காதல் ரதி ரதி உன் பேரை சொன்னால் போதும் நின்று வழிவிடும் காதல் ரதி உன் சுவாசம் உன் மூச்சு உன் வார்த்தை என் பேச்சில் 5-6 நூற்றாண்டு வாழ்வோ என் வாழ்வேவா மலர்களே மலர்களே ഇത് എന്നെ കനവാ. ശരിക്കും 96-ലാണെന്ന് തോന്നുന്നു ഈ പാട്ട് ഇറങ്ങുന്നത്. 95-ല് മലരെ മൗനമായി എന്നുള്ള പാട്ട് ഇറങ്ങുന്ന സമയത്ത് ഇത് രണ്ടും ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റീവാച്ച് ചെയ്യപ്പെടുന്ന പാട്ടുകളിലാണ് ആ കാലഘട്ടത്തിൽ ഇറങ്ങിയതിൽ. ഭയങ്കര രസമുള്ളൊരു 2 പാട്ടുകളാണ്. റഹ്മാൻ സാറ് വരുന്ന സമയത്ത് നമ്മളൊക്കെ ചിക്ക് പുക്ക് റൈലേ മുതൽ ഭയങ്കരമായിട്ട് ഫാനായി തുടങ്ങിയതാണ്. പിന്നീട് ഇതേപോലുള്ള കുറേ മെലഡീസ് ഇങ്ങനെ നമ്മുടെ കിട്ടിയ റോജ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കിട്ടുമ്പോൾ കിട്ടിയൊരു സന്തോഷമുണ്ട്. ഹരീഷ് രാമകൃഷ്ണൻ്റെ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, ആ പാട്ട് പാടുന്ന ഹമ്മിങ് ഒക്കെ പാടുന്ന സമയത്ത് പെട്ടെന്ന് ഹരീഷിന് ഓർത്തു. ഹരീഷും ശരിക്കും വന്നിട്ട് കമന്റ് ചെയ്തിട്ടുണ്ട്. ആ, അതേത് പാട്ടിനായിരുന്നു? അത് സെയിം തന്നെ, മലർക്കളയില. ഇതിനകത്താണ് എല്ലാവരും വന്ന് വീണതല്ലേ? വേറെ ആരൊക്കെയാണ്? അല്ല, പക്ഷെ ഇതിന് മുമ്പത്തെ ഒരു സോങ്ങില് ജോജു ജോർജ് സാർ വന്ന് കമന്റ് ചെയ്ത അത് 2 വരി മൂളാം. പൂക്കളും പുഴകളും അറിയില്ലല്ലോ ഈ മിഴിയിലലിയും അനുരാഗ മധുരാലസ്യം നമ്മൾ താനേ താനേ ഒന്നാകും കളിനിലാവിലോ ഈ പ്രണയത്തിൻ മധു തേടി കൊതി തീരുമോ കൊഞ്ചി കൊഞ്ചി ചിരിച്ചാൽ പുഞ്ചിരി തോട്ടം നെഞ്ചിൽ നെഞ്ചിൽ പറന്നാൽ പഴങ്കുഴത്തെന്നൽ. ഈ അഴലിൻ്റെ ആഴങ്ങളിൽ ഔസേപ്പച്ചൻ സാറിൻ്റെ നല്ലൊരു സംഗതിയാണ്. അതിൻ്റെ അനുപല്ലവിന്ന് പാടി തുടങ്ങുന്ന സമയത്ത് ഈ പല്ലവി എത്തണ്ട എന്ന് തോന്നുന്ന അങ്ങനെ ഒരു സുഖമുള്ളൊരു ഏർപ്പാടാണ്. അത് പാടുമ്പോൾ ഭയങ്കര രസമായിട്ട് പാടുന്നുണ്ട് കേട്ടോ. റിലേറ്റ് ആവുന്ന വയലാർ ശരത്തിൻ്റെ വരികളാണ്, ഭയങ്കര രസമുള്ള വരികളാണ്.
ഡാ പിന്നോട്ടു നോക്കാതെ പോകുന്നു നീ, മറയുന്നു ജീവന്റെ പിറയായ നീ. അന്നെൻ്റെ ഉൾച്ചുണ്ടിൽ തേൻ തുള്ളി നീ, ഇനി എൻ്റെ ഉൾപ്പൂവിൽ മിഴിനീരു നീ. എന്തിനു വിതുമ്പലായി ചേരുന്നു നീ, പോകൂ വിഷാദരാവേ ഇന്നിത്രയിൽ പുണരാതെ നീ. അഴലിൻ്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞുപോ, നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി. ഇപ്പൊ എത്ര വയസ്സായി ആക്ച്വലി? 21 21 വയസ്സാണ്. എന്താണ് ചെയ്യണേ? ഞാൻ ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞിരിക്കുക, BA ഇംഗ്ലീഷിൽ, ഗവൺമെന്റ് കോളേജ് കാസർഗോഡിലാണ്. സ്ഥലം എവിടെയാണ്? കാസർഗോഡ് തന്നെയാണ്. കാസർഗോഡാണ്. ഇപ്പൊ ഇവിടെ എറണാകുളത്ത് വന്നത്? ഇപ്പോൾ ഞാനൊരു പ്രോഗ്രാമിന് വന്നതാണ്. പിന്നെ അതുമല്ലാണ്ട് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനാണ് വന്നത് ഇവിടെ മഹാരാജാസിൽ. MA മ്യൂസിക്കിന് അപ്ലൈ ചെയ്തിരിക്കുക. അപ്പൊ ഇവിടെ പഠിക്കാൻ പോവാണ്. അതെ അതെ. അപ്പൊ ഞങ്ങൾക്ക് ഈ പാട്ടുകാരനെ കൊച്ചിയിൽ കിട്ടും. കൊച്ചിയിലെ ഒത്തിരി റാപ്പ് സിംഗേഴ്സും ഒക്കെ ഭയങ്കരമായിട്ട് എമർജ് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പൊ മലപ്പുറത്തു നിന്നുള്ളവരും ഒക്കെ വന്ന് ഇവിടെ വന്ന് എമർജ് ചെയ്തൊരു ബെൽറ്റൊക്കെ പരുവപ്പെട്ടിട്ടുണ്ട്. ഞാൻ കേട്ടായിരുന്നു ഈ നമ്മുടെ ബല്ലാത്ത ജാതിയിലെ ഡബ്സി പാടിയ ഭാഗം പാടിയിട്ടിരിക്കുന്നതാണ്. അത് ട്രൈ ചെയ്യാൻ പറ്റുമോ? ഡബ്സി പാടിയത് പാടണോ അല്ലെ അതില് ബേബിജിയും ഒക്കെ ഉണ്ടല്ലോ, ഏത് പോർഷനാ പാടാൻ ഇഷ്ടം? അത് പാടിയ വലിച്ചിട്ട് 10 മരിങ്ങത്ത് കിട്ടിയ കിടക്കുച്ചു കുടുംബത്ത്, മരമത്തിനിട്ട് പണിക്കൊട്ട് അലമ്പൊത്താലൊരു പൊത്ത്, മലപ്പുറം കത്തി മടക്കി വെച്ച് വെള്ളം വാങ്ങി അങ്ങ് വീത്തിയേക്ക്, വെല്ലുപ്പാൻ്റെ കുടി കുടിച്ചേക്ക് തുടച്ചേക്ക് മുടിച്ചേക്ക്, വന്ന് 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 വാര് 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 വാര്, മലബാർ വന്ന് ജോറ് 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 ജോറ്. നീരജിന്റെ ഈ സംരംഭം ഇന്നും നമ്പർ 1 പൊക്കോണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു ഒരു സ്വതന്ത്ര സംഗീതത്തിനൊരു നല്ല കാലഘട്ടത്തിലേക്ക് പോവാണ്. ആ വശത്തൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? എന്തെങ്കിലുമൊക്കെ എഴുത്തും പരിപാടികളും ഒക്കെ ഉണ്ടോ? ഞാനിപ്പോ ഒരു കോമ്പസിഷനിലാണ്. അങ്ങനെ കുറച്ചൊന്ന് വരികൾ എഴുതി വെച്ചിട്ടുള്ള, ഇനിയും കുറച്ചും കൂടി ചെയ്യാനുണ്ട്. ഇറക്കാനാണ്, നല്ല രീതിക്ക് ഇറക്കാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ആ ഗണത്തിൽ വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അപ്പോ മുൻപ് പാട്ട് വല്ല എഴുതി പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല? ഇപ്പൊ ആദ്യമായിട്ടാണ്. അപ്പൊ ആദ്യം മ്യൂസിക് മാത്രമാണോ, വീഡിയോ ആയിട്ട് വരുന്നുണ്ടോ? എല്ലാം വീഡിയോ ആയിട്ട് തന്നെയാണ് വരുന്നത്. വലിയ പരിപാടിയാണ്. എങ്ങനെയാ അതിന്റെ പരിപാടികളൊക്കെ? ഫ്രണ്ട്സ് ഒക്കെ ആണോ? എല്ലാം, അതായത് വീഡിയോ എടുക്കുന്നൊക്കെ ഫ്രണ്ട്സ് ആണ്. പിന്നെ വരികളാണെങ്കിൽ അച്ഛനും അമ്മയും ചേട്ടനും കൂടി ഇരുന്ന്, ഇപ്പൊ ഞാൻ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അവര് ഒന്നിച്ചിരുന്ന് ചെയ്യാറുണ്ട്. പിന്നെ എല്ലാത്തിനും സപ്പോർട്ട് ഫാമിലി തന്നെയാണ്. എല്ലാ എന്തുവാണെങ്കിലും, ഇപ്പോൾ ഓഡിഷന് പോവുകയാണെങ്കിലും സംഗീത ക്ലാസ് ആണെങ്കിലും എല്ലാം, ഇപ്പം അമ്മ ഒരുമിച്ചിരുന്ന് സംഗീത ക്ലാസ്സിന് വന്ന് പഠിക്കാറുണ്ട്. കാരണം ശരിക്കും ആദ്യം പറഞ്ഞാൽ അമ്മ ഞങ്ങളെയും കൂടി ഇൻട്രസ്റ്റ് വരുത്തിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ ശരിക്കും വന്നത് സംഗീത ക്ലാസ്സിന്. ചേട്ടനും പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ പിന്നെ അമ്മയ്ക്കും ഇഷ്ടപ്പെട്ട് അമ്മയും ഇപ്പൊ പഠിക്കുന്നുണ്ട്. അമ്മ കൂടി പാടുന്നതാണ്. അതെ അതെ, ശരിക്കും അമ്മ കരയുന്നതാണ് അതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഞാൻ പ്രതീക്ഷയില്ല അമ്മ കരയുമെന്ന് പറഞ്ഞിട്ട്. അമ്മ കരഞ്ഞു പോയത് എന്തുകൊണ്ടാണ്? അമ്മ പാട്ട് പാടുന്ന ആ ഒരു, കാരണം നല്ലോണം ഡെവലപ്പ് ആയതുകൊണ്ടായിരിക്കും. അതായത് ഭയങ്കര സന്തോഷമാണ് അമ്മയ്ക്ക് പാട്ട് കേട്ടപ്പോ. അതെ അതെ, സന്തോഷം വന്നതാണ്. അതെ അതെ. അതുമല്ല മുമ്പ് പാടുന്നതിനേക്കാളും കുറേ വ്യത്യാസം വന്നിട്ടുണ്ട് ഇപ്പോഴും. അതായത് അതിലുണ്ടായ ആലാപ്പൊക്കെ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ അമ്മേനോട് പറഞ്ഞ്, അമ്മ ഈ ആലാപം ഒന്ന് ശ്രദ്ധിക്ക്, അങ്ങനെ പറഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കരഞ്ഞു. നന്നായി വന്നതുകൊണ്ട് കരഞ്ഞു. അതെ അതെ അതെ. അമ്മയായിട്ട് മ്യൂസിക് പഠിക്കുന്നു പറഞ്ഞാൽ
എത്രാം ക്ലാസ് മുതലാ പഠിച്ചു തുടങ്ങിയ ശരിക്കും? ഞാൻ 1ാം ക്ലാസ് മുതൽ. ആ, അപ്പം അപ്പോൾ തന്നെ അമ്മ കൂടെ വന്നിരുന്നു? അമ്മ കൂടെ വന്നിരിക്കും. ആ, എന്നിട്ട് അമ്മ മ്യൂസിക് പഠിച്ചോ? ആ, അമ്മയും പഠിക്കുന്നുണ്ട്. നല്ല പരിപാടിയാണല്ലോ. അതെ, ഇപ്പൊ എനിക്ക് മടി വന്നാലും അമ്മയാണ് കൊണ്ടുപോവാ സംഗീത ക്ലാസ്സിന്. പോവാന്ന് പറഞ്ഞിട്ട് അമ്മയാണ് വാശി പിടിക്കുക. ചില സമയത്ത് മടി വന്നാൽ പിന്നെ ഇപ്പൊ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അമ്മ വീട്ടിൽ നിന്ന് എപ്പോഴും ചീത്ത പറയും പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ. അങ്ങനൊക്കെ ഉണ്ട്. അത് അടിപൊളിയല്ലേ? അതെ, തീർച്ചയായിട്ടും. പിന്നെ അച്ഛനും നല്ലോണം സപ്പോർട്ടാണ്, ചേട്ടനും നല്ലോണം സപ്പോർട്ടാണ്. ചേട്ടനാണ് ഗിറ്റാർ വാങ്ങിച്ചു തന്നെ എനിക്ക് അടുത്ത് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട്. ചേട്ടൻ ഒരു ഗിറ്റാർ വാങ്ങിച്ചു. വീഡിയോയിൽ കാണാം. അതെ. പിന്നെ പറയാനുള്ളത് എന്ന് വെച്ചാൽ എൻ്റെ ഗുരുവിനെ പറ്റിയാണ്. ആദ്യം സംഗീതം പഠിക്കുന്ന പരപ്പ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ അടുത്താണ്. മാഷ് 7 കൊല്ലം പഠിപ്പിച്ച്. 1ാം ക്ലാസ് മുതൽ പഠിച്ചു എന്ന് പറയുന്നത്? അതെ. പിന്നെ മാഷ് 7 കൊല്ലം പഠിപ്പിച്ചു. പിന്നെ മാഷ് മരിച്ചുപോയി. അതിനുശേഷം ഹരിപ്രസാദ് മാഷിൻ്റെ അടുത്ത് പോയി. അവിടെ 2-3 വർഷം പഠിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ യോഗി ശർമ്മ എന്ന് പറഞ്ഞൊരു മാഷ് അടുത്ത് വന്നു. കുറേ പേരുണ്ട് സപ്പോർട്ട് ചെയ്യാൻ. കാരണം മാസ്റ്റർ വിഷനിൽ ഉമേഷ് സാറുണ്ട്, പിന്നെ ശിവപ്രസാദ് സാറുണ്ട്, കുറേ ആൾക്കാരുണ്ട് ഇതിന് പിന്നിൽ. അതും കൂടി പറയാൻ വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും അഭിമാനിക്കാം. ഓ, തീർച്ചയായിട്ടും. പിന്നെ ചെറുതായിട്ട് അഭിനയിക്കുന്നുണ്ട് സിനിമയിൽ. ഒരു സിനിമ റിലീസ് ചെയ്യാൻ കിടക്കാണ് ഓഗസ്റ്റിൽ. ബീരൻ എന്ന് പറഞ്ഞൊരു സിനിമ കൈലാസ് സാറിൻ്റെ ഒപ്പരം അഭിനയിച്ചാണ്. അടിപൊളി. അങ്ങനെ ഒരു സ്പേസിലേക്ക് കയറി വാ. ഓ അതെ, ആദ്യം ഷോർട്ട് ഫിലിമിലേക്കാണ് വരുന്നത്. അമ്മയുടെ ഒരു അഷ്റഫ് സാർ പറഞ്ഞിട്ടാണ് വരുന്നത്. അമ്മയുടെ കൂടെ വർക്ക് ചെയ്യുന്ന സാറ്. അങ്ങനെ അതിലും എനിക്ക് അഭിനയത്തിനെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു. സാറ് പറഞ്ഞു നിന്റെ മുഖത്ത് എന്തോ കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഡയറക്ടറിനെ പരിചയപ്പെടുത്തുന്നതും ഞാൻ ആ സിനിമയിലേക്ക് വരുന്നത്. പിന്നെ ഒരു മെയിൻ സിനിമയിലേക്ക് അഭിനയിച്ചതാണ് ഷോർട്ട് ഫിലിം കഴിഞ്ഞിട്ട്. പിന്നെ ഫ്രണ്ട്സ് ഒരു വലിയൊരു ഘടകമാണ്. കാരണം എനിക്ക് എല്ലാ വീഡിയോ എടുത്തു തരുന്നതും എഡിറ്റിംഗ് ആണെങ്കിലും പിന്നെ ചില സജഷൻസ് ഒക്കെ പറയുന്ന ഫ്രണ്ട്സാണ്. എല്ലാവരും ഭയങ്കരമായിട്ട് എന്താ പറയുക സപ്പോർട്ടീവാണ്. ഇപ്പോൾ പ്രോഗ്രാമിന് പോകുന്നതാണെങ്കിലും എടാ ഞാൻ വരാം, അങ്ങനെ നല്ലോണം സപ്പോർട്ടീവാണ്. എവിടെ എത്ര ദൂരമാണെങ്കിലും ഡ്രൈവ് ചെയ്യാൻ ഞാൻ വരാം, കാർ എടുത്തിട്ട് വരാം എന്നൊക്കെ പറയും. അത്രയ്ക്ക് നല്ല സപ്പോർട്ടീവാണ് എല്ലാവരും. ഡിഗ്രിക്ക് മ്യൂസിക് ആണോ പഠിച്ചത്? അല്ല, ഇംഗ്ലീഷാണ് പഠിച്ചത്. ലിറ്ററേച്ചർ. ഓക്കെ. ഈ കാറ്റ് വന്ന് കാതിൽ പറഞ്ഞു വന്നില്ലേ? കേട്ടപ്പോൾ എനിക്ക് തോന്നി നല്ല ശബ്ദമാണല്ലോ എന്ന് തോന്നിയില്ലേ? ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നൂലേ? അപ്പോ ആ പാട്ടൊന്ന് പാടിയേ. മിഴിവാതിൽ ചാരും നാണം പതിയെ ഞാൻ തഴുകവേ, ഇനി നീയുണ്ടെന്നും കൂടെ നിലവേകാൻ തിങ്കളെ, ഒരു ചെറുനോവും ചിരിയാക്കി എൻ പാതിമേയാൻ, ഓരോ രാവും പകലാക്കി നേറിൻ മോഹമേലായി ഇവനിലായി ചേരുന്നു നീ, മുറിവേഴ കൈരേഖ പോൽ കൺചിമ്മാതെ കാക്കാമെന്നോമലെ ഈ നീലമിഴിയഴങ്ങളിൽ ഞാൻ. രസമുള്ള പാട്ടാ. ഏത് ടൈപ്പ് ഓഫ് പാട്ടാണ് കൂടുതലായിട്ടും മെലഡിയാണ് നോക്കുന്നത്? പിന്നെ കർണാട്ടിക്കും ബേസ്ഡ്, പിന്നെ ഹിന്ദുസ്ഥാനി ഈ അടുത്തായിട്ടാണ് കലോത്സവത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്തപ്പോൾ കുറച്ചും കൂടി ഹിന്ദുസ്ഥാനിയിലോട്ടൊരു ഇൻട്രസ്റ്റ് വന്നു. പക്ഷെ അതിനായിട്ട് പഠിച്ചു തുടങ്ങിയിട്ടില്ല. യൂട്യൂബ് നോക്കി കുറച്ച് സ്റ്റൈൽസ് ഒക്കെ അനുകരിച്ച് തുടങ്ങിയപ്പോൾ പിന്നെ ഹിന്ദുസ്ഥാനി ഒരു ക്ലാസിക്കൽ സോങ് കലോത്സവത്തിന് വേണ്ടിയിട്ടായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പോയതാണ്. അതിൽ ഫസ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ പാട്ടെന്ന് പറയുന്നത് നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെയാണ്. നമ്മൾ വേറൊരു സ്റ്റൈലിൽ ഇപ്പൊ പാടിയതൊക്കെ മെലഡീസ് അല്ലേ? അതൊന്ന് ട്രൈ ചെയ്തേ. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ, മിന്നും സൂര്യനും ചന്ദ്രനും മുന്നായവനെ, കാലം കാത്തുവെച്ച രക്ഷകനെ സംഹാരകനെ, ഞങ്ങൾ കണ്ണനായി വന്നവനെ, ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ കുമ്പിട്ട് നില്ല്, ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും സൊല്ല്, ഇവനെ തൊഴുവാനായി എന്നും ജനത്തിരക്ക്, കാലൊന്നെടുത്തു വെച്ചാൽ സ്വർഗം പോലും വണ്ടർ വേൾഡ്, ഇല്ലുമിനാറ്റി അണ്ണൻ തനി നാടൻ കൊലമല്ലുമിനാറ്റി, ഇല്ലുമിനാറ്റി അണ്ണൻ തനി നാടൻ കൊലമല്ലുമിനാറ്റി. ഈ പാടുന്ന പാട്ടുകളിൽ ഇപ്പോൾ കാർത്തിക്, ഹരിചരൺ,
ഹരിശങ്കറും ഒക്കെ പാടുന്ന പാട്ടുകൾ കുറച്ചുകൂടെ വോയിസ് മെലഡിക്ക് യോജിക്കുന്ന രീതിയിലുള്ള ഹസ്കി വോയിസും ഒക്കെയാണ്. പക്ഷെ എനിക്ക് ഒരു വെറൈറ്റി ട്രൈ ചെയ്യുന്നത് വേണ്ടത് ദാസാറിൻ്റെ മൗനം സ്വരമായില്ലേ, അത് ഭയങ്കര ഒരു വേറൊരു സാധനമാണ്. പക്ഷെ അത് എനിക്ക് കേട്ടപ്പോൾ ഒരു സുഖം തോന്നി. ഇപ്പൊ നമ്മളത് കേട്ട് ഇങ്ങനെ തഴമ്പിച്ച ആൾക്കാരാണല്ലോ, ദാസാറിന്റെ ശബ്ദത്തിൽ അത് കേൾക്കുമ്പോൾ വേറൊരു സാധനമാണ്, ഒരു ലോഡ് സാധനമാണ് വരുന്നത്. അപ്പൊ പക്ഷെ പാടുന്ന സമയത്ത് എനിക്ക് കേട്ടപ്പോൾ സുഖം തോന്നി. അതൊന്ന് പാടിയേ, രസമാണ്. എൻ്റെ ഇടയ്ക്കുള്ള വരികളൊക്കെ ഭയങ്കര സുഖമുള്ള വരികളാണ്. അറിയാതെ തെളിവേനലിൽ കുളിർ മാറിയായി പെയ്തു നീ, അറിയാതെ തെളിവേനലിൽ കുളിർ മാറിയായി പെയ്തു നീ, നീരവരാവിൽ ശ്രുതി ചേർന്നുവെങ്കിൽ മൃദുലവമായി നിൻ ലയമഞ്ജലേ, മൗനം സ്വരമായി ഇൻ പൊൻവീണയിൽ സ്വപ്നം മലരായി ഇൻ ഔസേപ്പൻ സാറ് അസാധ്യമായിട്ട് ചെയ്തിട്ടുള്ളൊരു സാധനമാണ്. ഭയങ്കര സുഖമുള്ളൊരു സംഭവം. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു കാലഘട്ടത്തിലും മരിക്കില്ല. എല്ലാ തലമുറയും ക്യാരി ചെയ്യുന്ന ചില പാട്ടുകളായിട്ട് തോന്നാറുണ്ട്. പക്ഷെ ചിലപ്പോൾ പറയാൻ പറ്റില്ല കേട്ടോ, ഇതൊക്കെ മാറും. നമ്മൾ ഒരു കാലഘട്ടത്തിൽ ഒരിക്കലും മരിക്കില്ല എന്ന് വിശ്വസിച്ചിരുന്ന ചില സാധനങ്ങളൊക്കെ നമ്മളൊക്കെ നമ്മുടെ തലമുറയിൽ നിന്ന് ഓർക്കുന്ന പോലും ഉണ്ടാവില്ല. എങ്കിലും പക്ഷെ ഇങ്ങനെ പറയാനാണ് ഇപ്പോഴത്തെ ഒരു സുഖം. ഈ ഞാൻ പറയുന്ന കുറെ സജഷൻസ് പറയുന്നുണ്ടെങ്കിൽ ഞാനിപ്പോ മോൻ പാടിയിരിക്കുന്ന സാധനങ്ങൾ കണ്ടിട്ടാണ് അത് പറയാൻ ശ്രമിക്കുന്നത്. ഈ തമിഴിൽ എനിക്ക് തോന്നുന്നു കുറെ പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരെണ്ണം പാടുവോ? வார்த்தை தேவையில்லை வாழும் காலம் வரை பார்வை பார்வை மொழி பேசுவே, நேற்று தேவையில்லை நாளை தேவையில்லை இன்று இந்த நொடி போதுமே, வேறென்று விதையென்று வெள்தூவும் மழை என்று இதையெல்லாம் இவனுக்குள் எனவில்லை, வாலென்று போரென்று வலிக்கின்ற யுத்தமென்று இதையெல்லாம் இவனுக்கு எனவில்லது, இதயம் முழுதும் இருக்கும் இந்த தயக்கம் எங்கு கொண்டு நிறுத்தும், இதை அறிய எங்கு கிடைக்கும் விளைக்கும், அது கிடைத்தால் சொல்ல வேண்டும் எனக்கும் பூந்தளிர കഴിഞ്ഞിട്ട് താനനോം തനന താ ആ സാധനം ഇല്ലേ, അതോടെ ഒന്ന് പറഞ്ഞേ. താനതോം തദന ദാനതോം തദന ദാനതോം തദന ദാനന താനതോം തദന ദാനതോം തദന ദാനതോം തദന. ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് ഈ പാട്ട് ആവർത്തിച്ച് കേട്ടോണ്ടിരിക്കും. എന്താ വെച്ചാൽ ആ സിനിമയ്ക്കകത്ത് അതിനകത്തൊരു ബെല്ലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ മിക്സ് ആയിട്ട് ഒരു ഭയങ്കര സുഖമാണ്. അത് വീഡിയോ സോങ് തന്നെ കാണണം കേട്ടോ. എനിക്ക് തോന്നുന്നു മറ്റേതിനേക്കാളും സുഖം. പലതിലും വീഡിയോ സോങ് അല്ല, നമ്മൾ ഓഡിയോ ആയിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഇതിൽ വീഡിയോ സോങ് ആണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രാവശ്യം എൻ്റെ പ്ലേലിസ്റ്റിലെ നമ്പർ 1 പാട്ടുകളിൽ ഒന്നാണ്. ഇപ്പം അനൽമേലെയും പനത്തുടിയൊക്കെ ഇതേപോലെ ആവർത്തിച്ച് കേൾക്കുന്ന ഒരു സാധനമാണ്. അതേപോലെ എനിക്ക് തോന്നുന്നു അതിനേക്കാളും കൂടുതൽ കേൾക്കുന്നതാണ്. ഇത് സെലക്ഷൻ സൂപ്പർ ആയിരുന്നു കേട്ടോ, അടിപൊളി. അതേപോലെ ഗിരീഷേട്ടൻ്റെ വരികൾ ഭയങ്കര രസമായിട്ട് മ്യൂസിക് ചെയ്തിട്ടുള്ള ഒന്നാണ്. ഇപ്പോൾ വിദ്യാസാഗർ സാറിൻ്റെ ആരാരും കാണാതെ ആരോമൽ തൈമുല്ല പിന്നെയും പോവിടുന്നു, അത് എം ജയചന്ദ്രനും സുജാത ചേച്ചിയും കൂടെ പാടുന്ന സമയത്തുണ്ടല്ലോ, നമ്മൾ എന്താ പറയുക, നമ്മളൊക്കെ ഞാനൊക്കെ എൻ്റെയൊക്കെ കാലത്തിൻ്റെ പാട്ടുകളിൽ ഒന്നായിരുന്നു ആ പാട്ട്. അത് പാടുന്ന കേട്ടായിരുന്നു. അത് പാടിച്ചിട്ടേ വിടുള്ളൂ, പാടും. കളപ്പുരമേയും കണ്ണി നിലാവേ ഇനിയും വരുമോ തിരുവോണം, മുടിച്ചുണ്ടിലീറൻ തുളസിയുമായി ഇതിലേ വരുമോ
ധനുമാസം ഒന്നു തൊട്ടാൽ താനെ മൂളാമോ മനസ്സിനുള്ളിൽ മൗനവീണേ ഒന്നു തൊട്ടാൽ താനെ മൂളാമോ മനസ്സിനുള്ളിൽ മൗനവീണേ ഒരു പാട്ടിൻ ശ്രുതിയാവാൻ ഒരു മോഹം മാത്രം ആരാരും കാണാതെ ആരോമൽ തൈമുല്ല പിന്നെയും പോയിടുമോ